തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയാകുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. എറണാകുളം UDF കോട്ടയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം CPM ജില്ലാ സെക്രട്ടറി സതീഷ് തള്ളി. വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ദോഷം ചെയ്യുമെന്ന വിമർശനവുമായി മുജാഹിദ് വിഭാഗം രംഗത്ത്. വികസന നേട്ടം തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടാക്കുമെന്ന പ്രതീക്ഷയാണ് LDF-നുള്ളത്. ഉമ്മൻചാണ്ടി പിണറായി സർക്കാരുകളുടെ കാലത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ റോഡുകളുടെയും ആശുപത്രികളുടെയും സ്ഥിതി താരതമ്യം ചെയ്തുള്ള വീഡിയോ പ്രചാരണായുധമാക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥികൾ. ആരോഗ്യരംഗത്തടക്കം സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ചികിത്സാ പിഴവും മരണങ്ങളും ചൂണ്ടിക്കാണിച്ച് സർക്കാരിന്റെ വികസന നേട്ടത്തിന് തടയിടാനുള്ള പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയാകുമെന്നും RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഹാലൂസിനേഷനാണെന്ന് തോന്നുന്നു. കാരണം ഇന്നും അദ്ദേഹം പറഞ്ഞേക്കുന്ന അമേരിക്കയെ കടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കടന്നു എന്നൊക്കെ പറയുന്നത്. എറണാകുളം കോൺഗ്രസിന്റെ കോട്ടയാണെന്ന സാഹചര്യം നിലവിൽ മാറിക്കഴിഞ്ഞെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് 24-നോട് പറഞ്ഞു. അല്ല, കോൺഗ്രസിന്റെ കോട്ട എന്നുള്ളതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഉണ്ടായിരുന്നത്. മികച്ച അഭിപ്രായമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഈ കഴിഞ്ഞ കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ലീഗ് സഹകരിക്കുന്നതിൽ വിമർശനവുമായി മുജാഹിദ് വിഭാഗം രംഗത്തു വന്നു. വർഗീയ ശക്തികൾക്ക് വളരാൻ വഴിയൊരുക്കുമെന്നാണ് മർക്കസ് ഉദവ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ IP അബ്ദുൽ സലാം 24-നോട് പറഞ്ഞത്. വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകളുമായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി ചേരുമ്പോൾ അത് ഗുണത്തേക്കാളേറെ കൂടുതൽ ദോഷത്തിലേക്കെത്താനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.